ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ഡിസ്റ്റൻസ് വിഭാഗം വിവിധ കോഴ്സുകളോട്ട് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശദമായി വീഡിയോ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുവാനും. അപ്പോൾ ഡിസ്റ്റൻസ് വിഭാഗം കോഴ്സുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്, ഒരുപാട് വിദ്യാർത്ഥികൾ അതേപോലെ തന്നെ പല മേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഡിഗ്രി PG ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾ, അതായത് നേരത്തെ റെഗുലറായിട്ട് പഠിക്കുവാൻ സാധിക്കാത്തവർ പിന്നീട് ഡിസ്റ്റൻസായിട്ട് പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികൾ നിരന്തരം ചോദിക്കുന്ന ഒരു സംശയമാണ്, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിസ്റ്റൻസ് കോഴ്സ് എടുക്കൽ ഏറ്റവും ബെറ്റർ, അതേപോലെ തന്നെ ഏത് കോഴ്സാണ് ബെറ്റർ. ഇങ്ങനെയുള്ള പല സംശയങ്ങൾ പലപ്പോഴും വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനത്, നിങ്ങൾ ഒന്നാമതായിട്ട് നിങ്ങൾ ഡിസ്റ്റൻസ് വിഭാഗം കോഴ്സ് എടുക്കണം. അതായത് ഡിസ്റ്റൻസും റെഗുലറും കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും ബെറ്റർ റെഗുലറായിട്ടുള്ള കോഴ്സ് തന്നെയാണ്. ഇതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെങ്കിലും റെഗുലറായിട്ട് പഠിക്കലാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ റെഗുലറായിട്ട് പഠിക്കുവാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് റെഗുലറായിട്ട് പഠിക്കുവാൻ സാധിക്കാത്ത സാഹചര്യം വരിക, ഇനി നല്ല ജോലിയിൽ ഏർപ്പെട്ടവർ പിന്നീട് പഠിക്കുവാൻ സാധിക്കാതെ വരിക, അതേപോലെ ഗവൺമെൻറ് മേഖലയിൽ പല മേഖലയിൽ ജോലിയിൽ ഏർപ്പെട്ടവർക്ക് പിന്നീട് റെഗുലറായിട്ട് പഠിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥ, വിദേശ രാജ്യങ്ങളിൽ പോയവർ, ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് പലരും ഡിസ്റ്റൻസ് മേഖലയിൽ പഠനം നടത്തുന്നവർ. അത്തരത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ഈ ഒരു ഡിസ്റ്റൻസ് മേഖലയിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, പല ഏജൻസികൾ, അതായത് പല മേഖലയിലും പല റിക്രൂട്ടിങ് ഇങ്ങനെയുള്ള പല മേഖലയിൽ നിന്നുള്ളവർ പല ഇതുവരെയും കേൾക്കാത്ത യൂണിവേഴ്സിറ്റികളൊക്കെ പേരൊക്കെ പറഞ്ഞിട്ട് പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും നിങ്ങൾക്ക് പല കോഴ്സുകളും പഠിച്ചിറങ്ങാൻ സാധിക്കുമെന്നുള്ള ഒരുപാട് അഡ്വർടൈസ്മെൻറ്റൊക്കെ കാണാറുണ്ട്. അത്തരത്തിൽ അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പലരും പല ലിങ്കും തന്നിട്ട് ഇത് വാലിഡ് ആണോ, അല്ലെങ്കിൽ ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ വാല്യൂ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ UGC അംഗീകരിച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ ഏത് കോഴ്സാണെങ്കിലും, അത് ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും ഏത് കോഴ്സാണെങ്കിലും നിങ്ങൾ പഠിക്കുവാൻ പാടുള്ളൂ. UGC അംഗീകരിക്കാത്ത പല യൂണിവേഴ്സിറ്റികളും നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്. പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും UGCയുടെ അംഗീകാരമില്ലാത്തത്. അത്തരത്തിൽ അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ കോഴ്സ് പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് പിന്നീട് ആ സർട്ടിഫിക്കറ്റ് പല സ്ഥലങ്ങളിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ UGCയുടെ അംഗീകാരം ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അതിനൊരു വാല്യൂം ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ UGCയുടെ ഈക്വലൻസ്, UGCയുടെ അംഗീകാരം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ UGCയുടെ വെബ്സൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് ഇന്നേ യൂണിവേഴ്സിറ്റിയുടെ ഇന്നേ കോഴ്സ് UGC അപ്രൂവ്ഡ് ആണോ എന്ന് നിങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമാണ് നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് എടുക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കുകയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ എടുക്കുന്നതിന് പകരം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വളരെ വാലിഡ് ആയിട്ടുള്ള UGCയും കേരള PSCയും ഒക്കെ അംഗീകരിച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കോഴ്സ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേരളത്തിൽ തന്നെ നിങ്ങൾ പിന്നീട് ഗവൺമെൻറ് മേഖലയിൽ ജോലി നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് 100% നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് UGCയുടെയും കേരള PSCയൊക്കെ അംഗീകരിച്ച ഒരു കോളേജിൽ നിന്ന് മാത്രം, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രം നിങ്ങൾ കോഴ്സ് എടുക്കുവാൻ വേണ്ടി ആമുഖമായിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. ഇനി നമുക്ക് ഏതൊക്കെ പ്രധാനപ്പെട്ട ഡിസ്റ്റൻസ് വിഭാഗം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഏകദേശം നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട 2-3 യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ പല മേഖലയിൽ ഗവൺമെൻറ് മേഖലയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് സർവീസിൽ കയറുന്നവർ, അത് LPയിലുള്ള ഒരു ടീച്ചറാണെങ്കിലും അവർക്ക് പിന്നീട് പ്രൊമോഷന് വേണ്ടി ഡിഗ്രിയും PGയും വേണം. അതേപോലെ UPയുള്ളവരാണെങ്കിൽ ഹൈസ്കൂളാണെങ്കിൽ പ്രൊമോഷന് വേണ്ടിയിട്ട് ഡിഗ്രിയും PGയും പിന്നീട് പഠിക്കേണ്ട സാഹചര്യം വരാണ്. അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ എടുക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഏതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് പറയാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്ന് വെച്ചാൽ, നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് കേരളത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾ പഠിക്കാനാണ് ഏറ്റവും ബെറ്റർ. സ്വാഭാവികമായിട്ടും ഞാൻ ഒരു കരിയർ ഗൈഡൻസ് എന്ന രീതിയിൽ നിങ്ങളോട് ഒന്നാമതായിട്ട് പറയുന്നത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യലായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അങ്ങനെ നമുക്ക് കേരളത്തിൽ നിലവിൽ ഡിസ്റ്റൻസ് വിഭാഗം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 2-3 യൂണിവേഴ്സിറ്റികളാണ്. അതിൽ ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി നേരത്തെയുള്ള പഴയ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും. അപ്പോൾ നേരത്തെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് വിഭാഗം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിക്ക്.
അപ്പോൾ അതിൽ എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഡിസ്റ്റൻസിലെ പല കോഴ്സുകളും എടുത്തു കളഞ്ഞു. കേരളത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റിയിലും കൂടിയിട്ട് കോഴ്സുകൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയായിട്ട് കേരളത്തിൽ നേരത്തെ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തതോടുകൂടെ കേരളത്തിലെ മറ്റു ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളുടെയും പല കോഴ്സുകളും എടുത്തു കളഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ വിദ്യാർത്ഥികളും ഒരു യൂണിവേഴ്സിറ്റി മാത്രം ഫോക്കസ് ചെയ്താൽ മാത്രമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റു യൂണിവേഴ്സിറ്റികളിലെ പല കോഴ്സുകളും എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇനിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രധാന 2-3 കോഴ്സുകൾ മാത്രമാണ് ഡിസ്റ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ 2-3 കോഴ്സുകൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും കേരള യൂണിവേഴ്സിറ്റിയിൽ ആകെ ഡിഗ്രി ആണെങ്കിൽ BA പൊളിറ്റിക്കൽ സയൻസ്, മാത്സ്, അതേപോലെ ലൈബ്രറി സയൻസ്. ഇനി PG ആണെങ്കിൽ MA പൊളിറ്റിക്കൽ സയൻസ്, മാത്സ്, ലൈബ്രറി സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനും കമ്പ്യൂട്ടർ സയൻസും. ഈ പറയുന്ന 4-5 കോഴ്സുകൾ മാത്രമാണ് കേരള യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞ 3 കോഴ്സുകൾ മാത്രമാണ് ഡിസ്റ്റൻസ് വിഭാഗത്തിൽ ഡിഗ്രിയും PGയും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഡിഗ്രി ആണെങ്കിൽ BA അഫ്ദൽ ഉലമ, അതേപോലെ തന്നെ BA പൊളിറ്റിക്കൽ സയൻസ്, BCom, BBA. ഇനി PG ആണെങ്കിൽ MA, ഇതേപോലെ തന്നെ MAയും അതേപോലെ തന്നെ MSCയും MCom. ഇത്രയും കോഴ്സുകൾ മാത്രമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചാണ് ഇന്നേ കോഴ്സ് ഏത് യൂണിവേഴ്സിറ്റിയാണ് ഇങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഞാൻ കഴിഞ്ഞ വീഡിയോ കൃത്യമായിട്ട് അഡ്മിഷൻ സമയത്ത് ചെയ്തിരുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ സമയം കഴിഞ്ഞ അതായത് ഏകദേശം 2-3 മാസം മുമ്പാണ് ഇതിൻ്റെ, അതായത് നവംബർ സമയത്താണ് അഡ്മിഷൻ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ബാച്ചിലുള്ള വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ ഉടൻ തന്നെ 2 മാസം അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ വിദ്യാർത്ഥികൾക്ക് വരുന്നതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ അടുത്ത വർഷത്തെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഈ പറയുന്ന സാധാരണ രീതിയിൽ ജൂൺ ജൂലൈക്ക് ശേഷം നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ കാലിക്കറ്റ് ആയാലും MG ആയാലും കേരള ആയാലും ഒക്കെ യൂണിവേഴ്സിറ്റികളുടെ നോട്ടിഫിക്കേഷൻ, ഡിസ്റ്റൻസ് വിഭാഗം നോട്ടിഫിക്കേഷൻ താമസിയാതെ ജൂൺ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള ഈ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈക്വലൻസി, നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. UGCയുടെയും കേരള PSCയുടെയും ഒരു പ്രശ്നവും നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 20-ൽ പരം ഡിഗ്രി കോഴ്സുകളും അതേപോലെ തന്നെ PG കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കോഴ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒട്ടുമിക്ക കോഴ്സുകളും ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി കീഴിലുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കോഴ്സുകളാണ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പഠന രീതി എങ്ങനെയാണ്, എക്സാം രീതി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ വീഡിയോ താമസിയാതെ നിങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി, നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്, അതായത് കേരളത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, അതായത് IGNOU ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും റീജിയൻ സെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് IGNOU ഓപ്പൺ യൂണിവേഴ്സിറ്റി. എന്നാൽ IGNOU ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രാധാന്യം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്നതോടുകൂടെ അതിലും കൂടുതൽ വിദ്യാർത്ഥികൾ നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെയാണ് വരുന്നത്. എന്നാലും ഇപ്പോഴും ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി തന്നെയാണ് IGNOU യൂണിവേഴ്സിറ്റി. ഇവിടുന്ന് നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്ക് ഈക്വലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അതായത് യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് UGCയുടെ അംഗീകാരമുള്ള UGC കൃത്യമായിട്ട് അംഗീകരിക്കുന്ന യൂണിവേഴ്സിറ്റി കോഴ്സുകളായതുകൊണ്ട് തന്നെ ഇവിടുന്ന് പഠിച്ചിരുന്ന കോഴ്സുകൾക്കും യാതൊരു പ്രശ്നവുമില്ല. അതായത് റെഗുലറായിട്ട്, അതായത് നോർമലായിട്ട് ഡിഗ്രി PG. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ IGNOUയുടെ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വീഡിയോ കഴിഞ്ഞ് ചെയ്തിരുന്നു. അതായത് ഡിസ്റ്റൻസ് മോഡായിട്ട് നിങ്ങൾക്ക് പഠിക്കാം, ഓൺലൈൻ മോഡായിട്ടും പഠിക്കാം. എന്നാൽ ഡിസ്റ്റൻസ് മോഡായിട്ട്, ഓൺലൈൻ മോഡായിട്ടുള്ള കോഴ്സുകൾ വളരെ പരിമിതമാണ്. എന്നാൽ ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കോഴ്സുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് IGNOU. ഇനിയും IGNOU യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുക്കുവാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ, താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ജനുവരി 31 വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. എൻ്റെ ഈ ഒരു വീഡിയോ 3-4 വീഡിയോയുടെ മുമ്പുള്ള ഒരു വീഡിയോ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ രീതിയൊക്കെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ IGNOU ഓപ്പൺ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് പരീക്ഷ മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതി എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ്. മാത്രമല്ല പുറത്തേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയെക്കാളും പുറമേയുള്ള രാജ്യങ്ങളിലൊക്കെ വാല്യൂ കൂടിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് IGNOU ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റിയെക്കാളും
കൂടുതലായിട്ടുള്ള ഒരു സാധ്യതയുള്ള കൂടുതലായിട്ടുള്ള ഒരു പ്രത്യേകതയുള്ള അതായത് വാല്യൂ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയെ തന്നെയാണ് ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ ഇഗ്നോയും നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുവാനുള്ളത് B.Ed കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ B.Ed കോഴ്സ് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ സാധിക്കുമോ, ഡിസ്റ്റൻസ് ആയിട്ടുള്ള കോഴ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് B.Ed കോഴ്സ് ഡിസ്റ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റി ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെ B.Ed ഡിസ്റ്റൻസ് ആയിട്ട് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള എൻട്രൻസ് എക്സാം ഉണ്ട്. പരിമിതമായ സീറ്റുകൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ പരിമിതമായ സീറ്റിൽ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് എൻട്രൻസ് എക്സാം ക്വാളിഫൈഡ് ആകുന്നവർക്ക് മാത്രമാണ് ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ B.Ed എടുക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എന്ന പേരാണെങ്കിലും ഏകദേശം റെഗുലറായിട്ട് തന്നെ പല വർക്കുകളും കൃത്യമായ രീതിയിൽ കൃത്യമായ സമയത്ത് വർക്കുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് ഒരു റെഗുലർ മോഡിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റി B.Ed കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇഗ്നോ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പേരുണ്ടെങ്കിലും അത് റെഗുലറായിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ നോർമലായിട്ട് കേരളത്തിൽ നിന്നുള്ള B.Ed കോളേജുകളിൽ നിന്നും നമ്മൾ കോഴ്സ് പാസ്സാകുന്നതിനേക്കാൾ കുറച്ചുകൂടി ടഫ് എന്ന് തന്നെ നമുക്ക് ഇഗ്നോയുടെ B.Ed ഡിസ്റ്റൻസ് കോഴ്സ് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതൊരു ഡിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി റെഗുലറായിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ്. കാരണം ഇഗ്നോ യൂണിവേഴ്സിറ്റി കുറച്ചുകൂടി ടഫായിട്ടുള്ള സിലബസും കാര്യങ്ങളും സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതും എൻട്രൻസ് എക്സാമിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ഇഗ്നോയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. ഇനി ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും B.Ed കോഴ്സ് റെഗുലറായിട്ട് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു യൂണിവേഴ്സിറ്റിയും ഡിസ്റ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ പലരും ഇങ്ങനെയുള്ള പല ലിങ്കുകൾ അയച്ചു വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ട് കോഴ്സ് നൽകുന്നുണ്ട്, അത് വാലിഡ് ആണോ എന്നൊക്കെ ചോദിച്ച് പലരും സംശയം ചെയ്യും. അത്തരത്തിൽ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ആയിട്ടുള്ള കോഴ്സ് ഒരു യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്നാൽ ചില യൂണിവേഴ്സിറ്റികൾ ഇത്തരത്തിൽ ഇളവുകൾ ചിലപ്പോൾ കൊടുത്തെന്ന് വരും. പക്ഷേ അതൊന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റെഗുലറായിട്ടുള്ള സ്റ്റാൻഡേർഡായിട്ട് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള കേരളത്തിൽ തന്നെയുള്ള യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട UGCയുടെ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് നിങ്ങൾ B.Ed ചെയ്താൽ നിങ്ങൾക്ക് വാലിഡ് ആവുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. B.Ed കോഴ്സ് ഡിസ്റ്റൻസ് ഇല്ല, റെഗുലറായിട്ട് മാത്രമാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുക. എന്നാൽ ചില യൂണിവേഴ്സിറ്റികൾ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇളവ് കൊടുക്കുന്നത് കാണാറുണ്ട്. അതിനേക്കാളൊക്കെ അതൊക്കെ നിയമവിരുദ്ധമാണ്. നമ്മുടെ UGCയുടെ നമ്മുടെ എഡ്യൂക്കേഷൻ ചട്ടപ്രകാരം അത് നിയമവിരുദ്ധമായിട്ടാണ് അത് നൽകുന്നത്. അതൊന്നും ഒരിക്കലും അപ്രൂവ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റെഗുലറായിട്ടുള്ള UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ മാത്രം നിങ്ങൾ കോഴ്സുകൾ ചെയ്യുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് ചോദിക്കാം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. നിങ്ങളുടെ കമൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ തൊട്ടടുത്ത വീഡിയോ നിങ്ങൾക്ക് വിളിച്ച് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും പരമാവധി ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദ് അരച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.